ഗുജറാത്തിലെ രാജ്കോട്ടിൽ തീപിടുത്തമുണ്ടായി ഇന്നലെ. ഇപ്പോൾ മരണസംഖ്യ 32 ഉയർന്നു. കുറച്ചധികം കുട്ടികളും ഇതിൽ മരിച്ചു. കുറച്ചധികം ആളുകൾ ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മുടെ വാർത്താ സംഘം രാജ്കോട്ടിലുണ്ട്. അവിടെ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. ശ്രീനാഥ് ചന്ദ്രൻ, 32 പേർ മരിച്ചു എന്നാണല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റായി അറിയുന്നത്. കൂടുതൽ ആളുകൾ ഗുരുതരമായി തുടരുന്നു ആശുപത്രിയിൽ നിന്നും വാർത്തയുണ്ട്. എന്താണ് ശരിക്കുമുള്ള വിവരങ്ങൾ? എസ്കേന് ഈ മരണസംഖ്യ ഉയരുന്നതിനോടൊപ്പം തന്നെ ആശങ്കയുണ്ട്. ഇനിയും കാണാതായ ആളുകൾ പലരും ഉണ്ട്. ഇപ്പോൾ ചില ചാനലുകളിൽ ഞാനിങ്ങനെ പരിശോധിക്കുകയായിരുന്നു, അവർ ഇങ്ങനെയാണ് വാർത്ത നൽകുന്നത്. അതിൽ ചിലതിൽ ലിസ്റ്റായി തന്നെ 31 പേരുടെ പേര് വിവരങ്ങൾ നൽകുന്നുണ്ട്. അവരെക്കുറിച്ച് ഈ പരിപാടിക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം വരികയും പിന്നീട് കാണാതാവുകയും ചെയ്ത ആളുകളാണ്. അവരെവിടെ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അതിൽ പ്രധാനപ്പെട്ട കാരണമായി മനസ്സിലാക്കുന്നത് വലിയ തോതിൽ ഇവിടെ ഇന്ധനം സംഭരിച്ചു വെച്ചിരുന്നു എന്നതാണ്. ഏതാണ്ട് 2000 ലിറ്ററോളം ഡീസൽ ജനറേറ്ററുകൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്നു. 1500 ലിറ്ററോളം പെട്രോൾ ഇവിടെ ഈ ഗോ കാർട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി, അതായത് ചെറു കാർ റേസിംഗ് നടത്തുന്നതിന് വേണ്ടി സംഭരിച്ചു വെച്ചിരുന്നു. അങ്ങനെ വലിയ തോതിൽ സംഭരിച്ചു വെച്ച ഡീസലും പെട്രോളും ഒക്കെ കത്തിയാണ് ഈ വിധം ആകെ കത്തിക്കരിഞ്ഞ നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് വെച്ചാൽ അവിടെ മാധ്യമപ്രവർത്തകർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല. ബന്ധുക്കളുമായി സംസാരിക്കാൻ പോലും ഉള്ള അവസരം ഈ ഘട്ടത്തിലില്ല. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നത് നമുക്കറിയാം. പലതും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് സ്ത്രീകൾ എത്ര പുരുഷന്മാർ എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. കുട്ടികളുടെ എണ്ണത്തിൽ പോലും 12 എന്നതാണ് ഔദ്യോഗികമായി കിട്ടിയ നമ്പർ. ഒരുപക്ഷെ ആ നമ്പർ മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ, അവരെ തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധന നടത്തണം. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസസിൽ വെച്ച് ഈ DNA പരിശോധന നടത്തുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എയർ ആംബുലൻസ് വഴി അവിടേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും DNA പരിശോധനകൾ അടക്കം നടക്കുക. ഏതായാലും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇവിടെ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് അവർ സിവിൽ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളെയും മറ്റും കാണുകയും അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോൾ ഒരല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. JCBകളും മറ്റും മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റും ഇവിടെ ഇപ്പോഴും കാണാം. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷാദൗത്യം തുടരും. ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 5 മണി മുതൽ ഇന്ന് പുലർച്ചെ 6 മണി വരെ തുടർച്ചയായ രക്ഷാദൗത്യമായിരുന്നു. പിന്നീട് ഇടയ്ക്ക് അല്പസമയം നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും തുടങ്ങി. ഇപ്പോൾ അല്പസമയം രക്ഷാദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. വലിയൊരു ഏരിയ ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. രാവിലെ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരുമിച്ച് പണിയെടുത്ത് നിരവധി അവശിഷ്ടങ്ങൾ നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പണി ബാക്കി നിൽക്കുകയാണ്. ഇനി ആ ഭാഗത്തേക്കൊക്കെയുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഏതായാലും വലിയ അനാസ്ഥ ആകെ ഈ കേസിൽ ആകെയുണ്ട്. ഒരു അനുമതിയും ഒരു ലൈസൻസും ഇല്ലാതെയാണ് ഈ സ്ഥാപനം കഴിഞ്ഞ 3 വർഷമായി ഇവിടെ പ്രവർത്തിച്ചതെന്ന് കോർപ്പറേഷൻ പോലും നഗരസഭ പോലും പറയുന്ന ഒരു സാഹചര്യം. മേയർക്ക് പോലും അത് ലജ്ജയില്ലാതെ പറയേണ്ടി വരുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചുവന്ന പൈപ്പ് ഈ ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാപനം കാണാവുന്ന പൈപ്പ് സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല. ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഭദ്രമാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ശ്രമകരമായ ജോലിയാണ് ഇനിയും ബാക്കിയുള്ളത്. രാത്രി മുഴുവൻ നടന്ന രക്ഷാദൗത്യം ഇന്ന് പകലും മുന്നോട്ട് പോയാൽ മാത്രമേ ഈ അവശിഷ്ടങ്ങൾ ഏതാണ്ട് ബഹുഭൂരിഭാഗവും നീക്കാൻ വേണ്ടി കഴിയൂ. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രൻ രാജ്കോട്ടിൽ നിന്ന് തത്സമയം ചേരുകയായിരുന്നു. ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32 എന്നാണ് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.